ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് താലൂക്ക് ആശുപത്രിയിൽ ജോലി നേടാവുന്നതാണ്. ജസ്റ്റ് ഇൻ്റർവ്യൂ മുഖേന ലഭിക്കുന്ന ജോബാണ്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം. വിദൂര താലൂക്ക് ആശുപത്രിയിൽ 2025-26 സാമ്പത്തിക വർഷത്തേക്ക് ദിവസവേത അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ്, അതേപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി നേടാവുന്നതാണ്. ഓക്കെ, ഒരു ജോബിന്റെ തസ്തിക ഡീറ്റെയിൽസ് നോക്കാം. താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ്, അതേപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഫാർമസിസ്റ്റ് എന്ന തസ്തികയിലേക്ക് ഫാർമസിയിൽ നേടിയ അംഗീകൃത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിംഗ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ലാബ് ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് ലാബ് ടെക്നീഷ്യൻ അംഗീകൃത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും പാരാമെഡിക്കൽ രജിസ്ട്രേഷനും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ക്ലീനിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ SSLC വിജയിച്ചവർക്ക് ക്ലീനിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എന്നത് താല്പര്യമുള്ളവർ ജൂലൈ 5 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ ആധാർ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുമായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട് നേരിട്ട് ഹാജരാകണം. അന്നേ ദിവസമാണ് ഇൻ്റർവ്യൂ നടക്കുക.